ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇവിടെ സാമ്പാറൊക്കെ ആക്കിയിട്ടുണ്ട്. സാമ്പാറാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറിനും രാവിലത്തെ അപ്പത്തിനും കൂടി ഒറ്റ കറി മതിയല്ലോ. അതുകൊണ്ടാണ് രാവിലെ സാമ്പാറാക്കിയത്. അപ്പോൾ എന്നിട്ട് ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ടു. അരി ഇട്ടപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പത്താണ് ചോറൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. പണ്ട് മുതലേ നമ്മൾ അടുപ്പത്ത് തന്നെയാണ്. നമ്മൾക്ക് വിറകുണ്ട്, അതുകൊണ്ട് അടുപ്പത്ത് ഉണ്ടാക്കും. അപ്പോൾ ഇനി ചായ കുടിക്കാം. അപ്പോൾ ചായക്ക് ഓട്ടുപ്പാളയാണ്. ഓട്ടുപ്പാള എന്ന് വെച്ചാൽ ഓടിലാണ് ഇത് ഒഴിച്ചിട്ടുള്ളത്. അതാണ് ഇതുപോലെ ചെറിയൊരു കരി പോലെ കാണുന്നത്. നമ്മൾ എണ്ണയൊന്നും ചേർക്കില്ല, അതാണ്. അപ്പോൾ അങ്ങനെ സാമ്പാറും കൂട്ടി ഞാൻ ചായ കുടിക്കാമെന്ന്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ അലക്കിൻ്റെ പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ അലക്കും കൂടി കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീർന്നു. അപ്പം നമ്മുടെ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അലക്കും കൂടി കഴിയും. അങ്ങനെ അലക്കാൻ വരുന്നതാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ അലക്കും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ചോറും കൂടി വെന്ത് കിട്ടി. അപ്പം ഞാനിപ്പോൾ ഇത് ഇവിടെ ഇതുപോലെ താഴെ വെച്ചാണ് ചോറ് വാർക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പഴയ വീടൊക്കെ ആയി, ഒരു 25 വർഷമൊക്കെ പഴക്കമുണ്ട് ഈ വീടിന്. അങ്ങനെ ഇതിൻ്റെ നിലയൊക്കെ കാവിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ചോറും കൂടി വാർത്ത് കഴിഞ്ഞാൽ ഇനിയും പണിയുണ്ട്. അപ്പോൾ ആ പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എടുക്കുന്ന പണിയൊന്നുമല്ല ഇനിയുള്ളത്. അപ്പോൾ ഞാനിപ്പം വീട്ടിൽ വന്നപ്പം അമ്മ പറഞ്ഞു കുറച്ച് തേങ്ങയൊക്കെ ഉണ്ട്, അതൊന്നൊക്കെ ഒന്ന് ഒരിച്ച് വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 50 തേങ്ങ അമ്മ പറക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉണക്ക തേങ്ങ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലെ തേങ്ങയൊക്കെ ഇത്രയും തേങ്ങ ഒരുമിച്ച് ഉരിച്ച് വെക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഉരിച്ച് നമ്മൾ ആവശ്യത്തിന് കറിയിലൊക്കെ ഇടാനോ 1 2 അങ്ങനെയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. കൈയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് തേങ്ങ വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രപോലെ ചെയ്യുമ്പം തന്നെ ആകെ കൈ വേദന. പിന്നത്തെ തേങ്ങ എടുത്ത് ചെയ്യാൻ പറ്റാത്ത ശേഷിയില്ലാത്ത പോലെയാണ്. കൈയൊന്നും പൊങ്ങുന്നില്ല, അതുപോലെയായി. അതുകൊണ്ട് 50 തേങ്ങയിൽ അങ്ങ് ഒതുക്കി വെച്ചു. അപ്പം നല്ല വെയിലായതുകൊണ്ട് അമ്മ പറഞ്ഞതാണ് നമുക്ക് എണ്ണയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 50 തേങ്ങ ഒറ്റയ്ക്ക് തന്നെ ഉരിച്ചു വെച്ചു. ഇതാണ് ഇപ്പം 50 തേങ്ങയുണ്ട്. എല്ലാം കുറച്ച് ചെറുതാണ്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഇത് പൊട്ടിച്ചിട്ട് വെച്ചു. പൊട്ടിക്കുമ്പം പിള്ളേർ വന്നു തേങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞ്. അപ്പോൾ ഇതുപോലെ നമ്മളും പണ്ട് ഇങ്ങനെ തന്നെയല്ലേ തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അമ്മ ഒരു പാത്രം കൂടി വീണ്ടും വന്നത്. ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അമ്മ ഒരു പാത്രം കൂടി തന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്നും വെച്ചിട്ട് അങ്ങനെ ഈ 50 തേങ്ങയും ഒലിച്ചു. 50 തേങ്ങ പൊട്ടിച്ച് വെയിലത്തും വെച്ചു. ഇനിയും എന്താ പറയുക, തേങ്ങ ഒരിച്ച് വെക്കണമെന്നുണ്ട്. അപ്പോഴത്തേക്കാണ് കൈയൊക്കെ ഇങ്ങനെ ചുവന്ന് വന്നു. ഇപ്പോൾ ഇതുകൊണ്ട് പൊട്ടിച്ചപ്പം അത് തന്നെ കൈക്കൊക്കെ വേദന എടുക്കുന്നുണ്ട്. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ വേദന കൊണ്ട് ചെയ്തില്ല. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആരോ ഇങ്ങനെ കക്കൂസ് കുഴി എടുത്തു വെച്ചത്. പഴയതാണ്. അതിലേക്ക് ഇന്നലെ രാത്രിയിൽ കുറുക്കൻ വന്ന് വീണതാണ്. അപ്പോൾ അതിനെ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് മുന്നേ ഒന്ന് കണ്ടിട്ട് ഒറ്റ ഓട്ടമാണ് തിരിച്ച് വീട്ടിൽ തന്നെ പോയി. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി. വൈകുന്നേരം ആകുമ്പം കുറച്ച് വളപ്പിൽ എന്താ പറയുക തെങ്ങിനും കവുങ്ങിനൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ അത് അമ്മയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ കുറച്ച് ഒഴിച്ചു. ഒരു മണിക്കൂർ നേരം വെള്ളം ഒഴിച്ചു. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് വെള്ളം ഒഴിക്കാൻ വന്നത്. ഒരു 5 മണി വരെ ആകുമ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊക്കെ മൊത്തത്തിൽ അടിച്ചിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് അതും കൂടെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് പിള്ളേരും കൂടി വന്നത്. അവർ അമ്മമ്മയും മക്കളും കൂടി കവുങ്ങ് കയറലും താഴെ ഇറക്കലൊക്കെയാണ്.
അപ്പോൾ എന്താ പറയുക, നമ്മളെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഇനിയും ബാക്കി പണികളൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം ചെയ്ത പണിയൊന്നും കാണാനില്ല. അതുപോലെ നമ്മൾ ഇതിന് ശേഷമില്ല പണിയും ഇതിലില്ല, എന്നാലും പണിയുണ്ട്. നമ്മൾ അടിച്ചു വാരലും ഒക്കെ പണിയാണ്, അതൊന്നും ഇതിൽ ഇല്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ചെറിയൊരു പണികളൊക്കെ നമ്മളിങ്ങനെ ചെയ്തൊന്നേ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം വീട്ടിൽ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.